UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LDFും UDFും BJPയും SDP-യും ഇവിടെ മത്സര രംഗത്ത് സജീവമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള M. രാജു ആണ്. അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. രാജു, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ വാർഡിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും പോയി കാണുകയും ഇതുവരെ 2 റൗണ്ട് എല്ലാ വീടുകളിലും കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ നമ്മുടെ സ്ലിപ്പുമായി ഓരോ വീടുകളിലേക്ക് പോകേണ്ട പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. എത്രമാത്രം വിജയസാധ്യതയുണ്ട്? എത്രാം വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും എന്നെ നിയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് നോക്കുമ്പോൾ എല്ലാ ജനങ്ങളും അനുകൂലമായ ഒരു പ്രവർത്തനവും അവരുടെ ആശീർവാദവും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതായത് താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ 3-ാം വാർഡിൽ ഈ 5 വർഷക്കാലമായി നടന്ന വികസന മുരടിപ്പിന് എതിരായി നമുക്കറിയാം, മാട്ടൂൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നടന്ന വികസനങ്ങൾ 3-ാം വാർഡിൽ ഇതുവരെ എത്തി നോക്കിയിട്ടില്ല. പലപ്പോഴും പഞ്ചായത്ത് ഫണ്ട് വേണ്ട, നമ്മൾ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഫണ്ട് നിരാകരിച്ചുകൊണ്ട് വാർഡിലെ പ്രവർത്തനം മുരടിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനം നടന്നത്. ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ വിജയം ലഭ്യമാണെങ്കിൽ 3-ാം വാർഡിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. മാട്ടൂൽ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ഒരു കുത്തക പഞ്ചായത്ത് തന്നെയാണെന്ന് പറയാം. പൊതുവെയുള്ള ചിത്രം എങ്ങനെയാണ് മാട്ടൂലിൻ്റെ? ഈ വർഷം കഴിഞ്ഞ വർഷം 17 വാർഡുകളാണ് ഉണ്ടായത്. പുതിയ ഇതനുസരിച്ച് 19 വാർഡുകൾ, 2 വാർഡുകൾ കൂടിയിട്ടുണ്ട്. ഒരു വാർഡ് മടക്കരയിലും ഒരു വാർഡ് മാട്ടൂലിൻ്റെ തീരദേശ മേഖലയിലുമായി 19 വാർഡുകളാണുള്ളത്. ഈ പ്രാവശ്യം 19-ൽ നേടിയെടുക്കാൻ കഴിയും എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ജനങ്ങളുടെയും വിശ്വാസം. നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള അവരുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി കൂട്ടുകെട്ട് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. മാട്ടൂൽ UDFിന് അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനയുമായി കൂട്ടുകെട്ടുണ്ടോ? എങ്ങനെയാണ്? ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ ആളുകളാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടി മാട്ടൂൽ പഞ്ചായത്തിൽ 2 വാർഡുകളിൽ അവരുടെ സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ബാക്കി 13 സീറ്റിൽ മുസ്ലിം ലീഗും 6 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് ഈ 19 സീറ്റിൽ മത്സരിക്കുന്നത്. അതായത് ഈ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ UDFിന് സ്ഥാനാർത്ഥികളുണ്ടോ? UDFിന് സ്ഥാനാർത്ഥികളുണ്ട്. 10-ാം വാർഡിലും 13-ാം വാർഡിലുമാണ് അവർ മത്സരിക്കുന്നത്. അവിടെ UDFിന് സ്ഥാനാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് സഖ്യങ്ങളൊന്നും ഇല്ല. എന്തായാലും മാട്ടൂൽ പഞ്ചായത്തിൽ ശക്തമായൊരു വിജയ പ്രതീക്ഷയാണ് UDFിന് ഉള്ളത്. UDFിൻ്റെ കുത്തക സീറ്റുകളിലൊന്നാണ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. വർഷങ്ങളായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ അബ്ദുൽ ഗഫൂറാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏത് നിലയിലായി? മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും നല്ല ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റും വിജയിക്കാൻ ആവശ്യമായ സാഹചര്യം നിലനിൽക്കുന്നിടത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ്. 19 സീറ്റിലേക്കും വിജയത്തിലേക്കും നടന്നെടുക്കുന്ന ഏറ്റവും സന്തോഷകരമായൊരു നിമിഷത്തിലാണ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായി ഭരണസമിതിയിലുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത്? ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നത്. അത് കാർഷിക മേഖലയാകട്ടെ, മൃഗസംരക്ഷണ മേഖലയാകട്ടെ, സേവന മേഖലയാകട്ടെ, മത്സ്യബന്ധന മേഖലയിലാകട്ടെ, പശ്ചാത്തല മേഖലയിലാകട്ടെ,
ഭിന്നശേഷി മേഖലയിൽ, അങ്ങനെ ഓരോരോ, അത് കുട്ടികളാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ, ഓരോരോ സ്ഥലത്തും എന്തൊക്കെയാണോ വേണ്ടത് അത് പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത് ചെയ്തില്ല, ശുചിത്വ മേഖലയിൽ ഇന്നത് ചെയ്തില്ല, അതല്ലെങ്കിൽ അംഗൻവാടി മേഖലയിൽ ഇന്ന് ചെയ്തില്ല എന്ന് കൃത്യമായി ഒന്നും പറയാൻ കഴിയാതെ വികസനമില്ല 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 എന്ന് ഇങ്ങനെ പറഞ്ഞു പോവുക എന്നല്ല, ഒരു ക്ലീഷേ പദം, സമൂഹം കേട്ട് പഴകിയ ക്ലീഷേ പദം പറയുക എന്നല്ലാതെ ഒരിക്കലും വികസനത്തെക്കുറിച്ച് ഓരോ വാർഡിൽ ചെന്ന് ജനങ്ങളോട് പറയാൻ കഴിയാത്തതാണ്. ഓരോ വീട്ടിലേക്കും ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഓരോ വീട്ടിലേക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ രൂപത്തിലാണ് വികസനം നടന്നിട്ടത്. വലിയ അടുപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല വികസന സങ്കല്പം എന്ന് പറയുന്നത്. മനുഷ്യരെ കണ്ടെത്തിക്കൊണ്ട് അത് വീട് മെയിൻ്റനൻസ് വേണ്ടവർക്ക് വീട് മെയിൻ്റനൻസ്, വീട് വേണ്ടവർക്ക് വീട്, അതുപോലെ തന്നെ ഭിന്നശേഷി മേഖലയിൽ അവർക്കുള്ള സഹായോപകരണങ്ങളാവട്ടെ, അംഗൻവാടി മേഖലയിലാവട്ടെ, സേവന മേഖലയിലാവട്ടെ, പശ്ചാത്തലം, എത്ര ഇന്റർലോക്ക് റോഡുകളും കോൺക്രീറ്റ് റോഡുകളും സാധാരണ റോഡുകളുമാണ് ഈ കാലയളവ് നിർമ്മിച്ചത്. എത്രമാത്രം ലൈറ്റുകളാണ് മാട്ടൂലിൻ്റെ വിവിധ മേഖലയിൽ ലൈറ്റുകൾ കൊണ്ട് നിറയുന്നതാണ്. നമ്മൾ സ്ട്രീറ്റ് നമ്പർ ആളുകളും സ്ട്രീറ്റ് നമ്പർ ഉപ റോഡുകളായാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും മാട്ടൂൽ ഒരു വികസനത്തിലേക്ക് നടന്നെടുക്കുന്ന, ഒരു ടൂറിസം മേഖലയിലേക്ക് നടന്നെടുക്കുന്ന രൂപത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു മണ്ണായിട്ട് എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സമയത്താണ്. വികസനത്തെക്കുറിച്ച് എതിരാളികൾക്കൊന്നും പറയാനില്ലാതെ സ്വാഭാവികമായും പറഞ്ഞു പോകുന്ന ക്ലീശേ പദങ്ങൾ മാത്രം പ്രയോഗിക്കുന്നിടത്തേക്ക് എതിരാളികൾ എത്തിയിരിക്കുന്നു എന്നതാണ് പരിതാപകരമായ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമുക്കറിയാം മാട്ടൂലിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ എത്രമാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ടോ? നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ കാലയളവിൽ MLA-യോട് MP-യോട് ബന്ധപ്പെട്ട മേഖലകളോട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കാം, മാട്ടൂൽ എന്ന് പറയുന്നത് ഒരു തീരദേശ മേഖലയാണ്. കടൽ പൂർണ്ണമായി നിൽക്കുന്ന ഒരു നാട്ടിലാണുള്ളത്. 7-8 വർഷമായി കടൽ ഭിത്തി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പ്രവൃത്തി ആരംഭിച്ചിട്ട്, കഴിഞ്ഞ MLA-യുടെ കാലത്ത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള കടൽ ഭിത്തി ഇന്നേ വരെ പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ് വികസനത്തെക്കുറിച്ച് പറയുന്നത്. 7 കൊല്ലമായിട്ട് കടൽക്കരക്ക് കല്ലിടാൻ കഴിയാത്തവർ നാട്ടിൽ എന്തിടുമെന്നാണ് പറയുന്നത്, നാട്ടിൽ എന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാ വികസനത്തിനും, നാട്ടിലുണ്ടാകുന്ന എല്ലാ വികസനത്തിനും ഏത് ഫണ്ടുകൾ സ്വീകരിക്കാൻ നിങ്ങളാണ്. MP-യെ സംബന്ധിച്ചിടത്തോളം MP ഈ നാട്ടിലെ 3 സ്കൂളുകൾക്ക് ബസ് നൽകി, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് പാലിയേറ്റീവിന് വാഹനം നൽകി, MP ഏകദേശം 20ഓളം ഹൈമാസ് ലൈറ്റുകൾ ഈ നാട്ടിന് സമ്മാനിച്ചു. അങ്ങനെ ഏത് രൂപത്തിലുള്ള പിന്തുണ ആര് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ പൂർണ്ണമായി, പക്ഷേ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ അവഗണിക്കുന്ന സാഹചര്യം, അതല്ല എങ്കിൽ നടപ്പിലാക്കേണ്ട വികസനങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മാട്ടൂലിൻ്റെ സുരക്ഷയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടൽ ഭിത്തി, ആ കടൽ ഭിത്തി പോലുള്ള സാധനങ്ങൾ തീർക്കാൻ കഴിയാതെ ഒരു സംസ്ഥാന സർക്കാർ ഈ നാട്ടിനെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ ഈ നാട്ടിനെ ഏറ്റവും മോശമായൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ജനങ്ങൾ അത്രയാണ് കാണുന്നത്. ഈ വോട്ട് ചോദിച്ചു വരുന്ന മനുഷ്യരോട് നാട്ടുകാർ ചോദിക്കാണ്, എത്ര കൊല്ലമായി നിങ്ങളൊരു കല്ല് കൊണ്ടുവന്നിട്ട് ആ കല്ലിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത പാർട്ടികളാണ് ജനങ്ങളോട് വികസനം ചോദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഇത്തവണ UDF ഓരോ സീറ്റിലും, അതായത് മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കുന്നു, അതേക്കുറിച്ചൊന്ന് പറയാമോ? അതുപോലെ തന്നെ വിജയ സാധ്യത ഏതൊക്കെ സീറ്റുകളിലാണ് പൂർണ്ണമായും വിജയിക്കുമെന്നുള്ള സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ്? 19 സീറ്റുകളാണ് മാട്ടൂൽ പഞ്ചായത്തിലുള്ളത്. അത് 13 സീറ്റുകൾ മുസ്ലിം ലീഗും 6 സീറ്റുകൾ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളത് കോൺഗ്രസും അതുപോലെ തന്നെ UDF മുസ്ലിം ലീഗും ഓരോ സീറ്റുകളിലായിട്ട് മത്സരിക്കുന്നുണ്ട്. 19 സീറ്റുകളും മാട്ടൂലിൻ്റെ പഴയ ഇന്നലകളും പ്രതാപങ്ങളും സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള 19 സീറ്റുകളും UDF അധികാരത്തിൽ വരും. കഴിഞ്ഞ പ്രാവശ്യം ബദലുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളെ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മുമ്പിലേക്ക് വന്ന് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഓരോ വാർഡിലും അങ്ങനെയാക്കും, മറ്റ് കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗിനെ UDF-നെ പരാജയപ്പെടുത്തിക്കൊണ്ടുവന്ന വാർഡുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, അവിടെ നിന്നും വാർഡ് മെമ്പർമാർ ജനങ്ങൾ കണ്ടിട്ടില്ല. മനുഷ്യരുടെ സന്തോഷത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യപ്പെടാൻ ഒരു സ്ഥലത്തും മെമ്പറെ കിട്ടിയിട്ടില്ല. ബദലായി വന്നവർ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ പറയുന്നത് ഇനി പൂർണ്ണമായും മുഴുവൻ സീറ്റിലേക്കും UDF വരണം. അങ്ങനെ UDF വരുന്ന വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന എതിരാളികളില്ലാത്ത 19 സീറ്റും പൂർണ്ണമായും UDF വിജയിക്കുന്ന ഏറ്റവും സന്തോഷകരമായ മാട്ടൂലിൻ്റെ ഇന്നലകളുടെ ചരിത്രത്തിലേക്ക് നടന്നെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഏതായാലും മാട്ടൂലിൽ 19-ൽ 19 നേടുമെന്നാണ് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അബ്ദുൽ ഗഫൂർ പറയുന്നത്. നമുക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളെ കൂടി കാണേണ്ടതുണ്ട്. മാട്ടൂലിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏറെ വിജയപ്രതീക്ഷയിലാണ്. LDF-ഉം ഇത്തവണ ഏറെ വിജയപ്രതീക്ഷയിലാണ് ഉള്ളത്. ഇപ്പോൾ LDF-ൻ്റെ നേതാക്കളും സ്ഥാനാർത്ഥികളും നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്.
നമസ്കാരം. ഒന്ന് പേരൊന്ന് അറിയാമോ? പ്രദീപ്. ആ. മാട്ടൂൽ കാവിലപ്പുറം. കാവിലപ്പറമ്പ്. CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ. എത്രമാത്രം വിജയപ്രതീക്ഷകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഏതാണ്ട് എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഇപ്പോൾ നല്ലൊരു ഭരണം മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 15ഓളം സീറ്റിൽ 19ഓളം സീറ്റിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 7-8 സീറ്റുകളിൽ LDF വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് വോട്ട് തരുന്നത്? ഒന്നാമത് നമ്മളിപ്പോൾ LDF എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് വരുമ്പോൾ ഇപ്പോൾ മാട്ടൂൽ പഞ്ചായത്ത് നിങ്ങൾക്കറിയാം ഏതാണ്ട് 44 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ MLA വഴി മാത്രം ഈ മാട്ടൂലിൽ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെയുള്ള സേവനം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മാട്ടൂലിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്തു? എത്ര നല്ല പദ്ധതികൾ നടപ്പാക്കിയോ? അതേക്കുറിച്ച് എന്താണ് പറയുന്നത്? മാട്ടൂൽ ഏതാണ്ട് 60 വർഷമായിട്ട് UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു വികസന പ്രവർത്തനം കാര്യങ്ങളും ഒന്നും നടക്കാത്തൊരു പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാട്ടൂൽ പഞ്ചായത്താണ്. അപ്പോൾ ആ രീതിയിലുള്ള അഴിമതിയും ദുർഭരണവും ജനങ്ങളാകെ മടുത്തു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വോട്ടർമാരെല്ലാം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാട്ടൂലിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസനം പഞ്ചായത്ത് നേരിട്ട് നടത്തേണ്ട ഏറ്റവും പെട്ട വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഒരു പ്രവർത്തനത്തെക്കുറിച്ചെന്ന് പറയാം. മാട്ടൂലിൽ നമുക്ക് നോക്കുന്ന ഒരുപാട് പ്രവാസികൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തെങ്ങി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ, ഇവരുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്ന് തന്നെയാണ് മാട്ടൂരിൻ്റെ പരാജയം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ് മാട്ടൂൽ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ തീരദേശ മേഖലയുടെ വികസനത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സർക്കാർ എന്ന നിലയിൽ ഈ മാട്ടൂൽ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട്? തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ LDF സർക്കാർ എന്നുള്ള രീതിയിൽ മാട്ടൂൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് LDF സർക്കാരാണ്. പഞ്ചായത്തിന് ഇതൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോൾ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാണെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നുകൊണ്ടിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കടലാക്രമണ വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശം തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 19 കോടി രൂപ മുതൽ മുടക്കി കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ നടന്നു വരികയാണ്. ഏതാണ്ട് അത് അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ അത് പണി പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതിൻ്റെ പണി പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ വേണ്ടി സാധിക്കും. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ മാട്ടൂൽ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല എന്നാണ് ഇവിടുത്തെ LDF-ൻ്റെ നേതാക്കൾക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥികൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ NCP-യുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുരേഷ് ബാബു LDF സ്ഥാനാർത്ഥിയാണ്. 3-ാം വാർഡിലാണ് അല്ലേ മത്സരിക്കുന്നത്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ? എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇന്നിപ്പം വീടുകളിലെല്ലാം കയറിയിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തത് കഴിഞ്ഞ തവണ ഒരുപാട് വർഷം UDF-ൻ്റെ കുത്തക മണ്ഡലം കഴിഞ്ഞ തവണ നമ്മൾ പിടിച്ചെടുത്തതാണ്. വനിതാ സീറ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ നല്ലൊരു സഹായം 3-ാം വാർഡിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 65 ലക്ഷം രൂപക്ക് മേലെ 3-ാം വാർഡിന് പ്രവർത്തനത്തിന് വേണ്ടി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റേതായ പ്രവർത്തനങ്ങളും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 65 ലക്ഷം രൂപ ഏത് മേഖലയിലൊക്കെയാണ് വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നത്? കൂടുതലായും പാശ്ചാത്തല മേഖലയിലാണ്. അതായത് റോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഉപ്പുവെള്ളം കയറുന്നതിൻ്റെ ബണ്ട് നിർമ്മിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അത് കൂടുതലായിട്ടും തന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ 2 റോഡുകളുടെ ടെൻഡർ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകും. ഏതൊക്കെ റോഡുകളാണ് അത്? ഏതൊക്കെ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജസിന്ത കളരി സിദ്ദിഖാബാദ്, മറ്റൊന്ന് CMLP
സിദ്ദിഖാബാദ് റോഡ്. ഈ 2 റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. മാട്ടൂൽ പോലുള്ള പ്രദേശം നമുക്കറിയാം, പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളക്കെട്ടിന്റെ രൂക്ഷമായ കെടുതികൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമായിട്ടാണ് പലപ്പോഴും മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വാർഡിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിന് പഞ്ചായത്ത് പരിഹാരം കണ്ടിട്ടുണ്ടോ? നിലവിൽ 3-ാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിന്റെ ശരിയായ സ്ഥലമാണ്. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 3-ാം വാർഡിലാണ്. അത് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ അയൺ പൈപ്പ് കൊണ്ടുവന്നിട്ട് പിന്നെ ആ വെള്ളം കൃത്യമായി പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വളരെ മുമ്പേ തന്നെ ടൗൺ പ്ലാനിങ് നമ്മൾ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം ഇന്നുവരെ ആയിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലങ്ങളിൽ വീടെടുക്കുമ്പോൾ വെള്ളം പോകുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. അത് മഴക്കാലത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വരും. അതെല്ലാം ഭരണസമിതി അംഗങ്ങൾ സ്വയം പേറിക്കൊള്ളുക. എന്തായാലും വാർഡിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വിജയിച്ചു വരികയാണെങ്കിൽ മാട്ടൂരിലെ വാർഡിലെ ജനങ്ങളോട് ആദ്യം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു മേഖല ഏതായിരിക്കും? നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ തുടർന്ന് വെച്ചിട്ടുള്ളത് തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ വാർഡിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ അംഗൻവാടി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങും. അതിന് LDFിൻ്റെ പൂർണ്ണ പിന്തുണ നമ്മളോടൊന്നിച്ചുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അല്ലേ, വർഷങ്ങൾക്ക് ശേഷം വാർഡ് പിടിച്ചെടുക്കുകയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വാർഡ് തുടർന്നും നിലനിർത്തുമെന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയാണ് LDFിൻ്റെ നേതാക്കൾ നമ്മളുമായി പങ്കുവെക്കുന്നത്.